ചില ആളുകളുണ്ട് കുട്ടികളെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലൊക്കെ ചില സമയത്ത് കാണാം, ഫാമിലി ആയിട്ട് വരും, എന്നിട്ട് കുട്ടികളെ ഇരുന്ന് കണ്ട് ഒച്ചട അടിക്കുക ഒക്കെ ചെയ്യും. കുട്ടികൾ എന്നിട്ട് കരയും, അല്ലെങ്കിൽ പെട്ടെന്ന് സൈലന്റ് ആവും. കുട്ടികൾ സൈലന്റ് ആവും, അവര് പിന്നെ ആരോട് സംസാരിക്കില്ല, തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കും. മനുഷ്യന്മാരാണ് അവര്. നിങ്ങളവരെ കുട്ടിയായിട്ട് കാണാതെ ഒരു മനുഷ്യനായിട്ട് കാണും. അവർക്കും ആളുകൾക്കിടയിൽ ഇൻസൾട്ട് ആകുന്നുണ്ട്, അവർക്ക് മറ്റു കുട്ടികൾക്കിടയിൽ ഇൻസൾട്ട് ആവുന്നുണ്ട്. അവര് ആ ഇൻസൾട്ട് ആകുന്ന ഒരു ഭാരം അവര് പേറുന്നുണ്ട് ആ ചെറിയ പ്രായത്തിൽ. ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത്? ഇത് ശിക്ഷയാണോ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കുന്ന പരിപാടിയാണോ? സത്യസന്ധമായിട്ട് ആലോചിക്കുക, എന്തായിരിക്കും അത്? നമ്മളെ ദേഷ്യം തീർക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ പുറത്തുനിന്ന് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ സ്വകാര്യമായിട്ടും ശകാരിക്കാലോ, അതല്ലെങ്കിൽ അവിടുന്ന് മാറിയിട്ട് വീട്ടിലെത്തിയതിനു ശേഷം കാര്യം പറഞ്ഞു കൊടുക്കാം, ഒക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് എനിക്കിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കുട്ടീന്റെ തലയിൽ കയറി, ഞാൻ എന്ത് ചെയ്തു? ഒച്ച ഇട്ടു, ഞാൻ എന്ത് ചെയ്തു? അടിച്ചു. ആരും മുന്നിന്ന്? ഇത്രയും ആളുകളുടെ മുന്നിന്ന്. വ്യക്തിയാണ്. നിങ്ങൾ കുട്ടിയായിട്ട് കാണുന്നത് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് വ്യക്തിയായിട്ട് കാണും. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ വലിയവരോട് ബഹുമാനം കാണിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക. ചെറിയവരോടുള്ള കരുണ എന്താണെന്നറിയോ? ഇതേ ബഹുമാനം ചെറിയവർക്ക് കൊടുത്താൽ മതി. അതാണ് അവരോട് കാണിക്കുന്ന കരുണ. അവരോട് കാണിക്കാൻ പറ്റുന്ന കാരുണ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ റെസ്പെക്റ്റോട് കൂടി കാണാം, അവരെ ബഹുമാനിച്ച് കാണാം, അതൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കാണാം. ഇഷ്ടങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ വികൃതികളൊക്കെ ഉള്ള കുട്ടിയാണ്, പക്ഷെ അതിന്റെ കൂടെ അതൊരു വ്യക്തിയാണ്.